Hi friends, welcome back to my channel 1 million shades. അപ്പോൾ ഇത് നമ്മൾ ലിപ് ഡ്രോയിങ് ട്യൂട്ടോറിയലാണ് ചെയ്യാൻ പോണേ. അപ്പോൾ ലിപ്പ് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. അപ്പോൾ ലിപ്പ് വരയ്ക്കാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ലിപ്പ് വരയ്ക്കാൻ വലിയ സീൻ ഉണ്ടാവില്ല, പക്ഷേ പല്ല് കാണിച്ചിരിക്കുമ്പോൾ ആ പല്ലും കൂടി വരയ്ക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ പല്ല് വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം വരയ്ക്കാൻ, അല്ലെങ്കിൽ ആ ഫോട്ടോൻ്റെ ഭംഗി മൊത്തത്തിൽ അങ്ങനെ പോവും. അപ്പോൾ നമ്മൾ പല്ല് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതുപോലെ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം. പിന്നെ ലിപ്പ് എങ്ങനെ വരയ്ക്കാമെന്ന് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരും. അതുപോലെ ഷെയ്ഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും ഞാൻ പറഞ്ഞു തരാം വീഡിയോയിൽ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് പോകാം. എങ്ങനെയാണ് ലിപ്പ് വരയ്ക്കാമെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരാം. അതിനു മുമ്പ് ഞാൻ മൈക്കും ട്രൈപ്പോഡൊക്കെ വാങ്ങിച്ചു. അപ്പോൾ കുറേ പേര് സൗണ്ട് ഇല്ല എന്ന് പരാതിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മൈക്ക് വാങ്ങിച്ചു. അപ്പോൾ പുതിയ യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചേക്കണേ. അപ്പോൾ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത്യാവശ്യം യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള മൈക്കും അതുപോലെ ട്രൈപ്പോഡും ആണ്. അതുപോലെ റേറ്റും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റാണ്. പിന്നെ ബിഗിനേഴ്സിന് യൂസ് ചെയ്യാനായിട്ട് എളുപ്പത്തിലുള്ള ട്രൈപ്പോഡൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വരയ്ക്കാൻ മുമ്പ് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഷെയ്ഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ആർട്ട് ലൈൻ്റെ പെൻസിൽസാണ്. അതുപോലെ നമുക്ക് ഷെയ്ഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യാനായിട്ടൊരു ബ്രഷ്, നിങ്ങളുടെ ബ്രഷ് അല്ലെങ്കിൽ നിങ്ങൾ ഏത് യൂസ് ചെയ്തിട്ടാണോ ബ്ലെൻഡ് ചെയ്യണത് അത് മാത്രം, അത് ഏതാണെന്ന് വെച്ചാൽ എടുക്കുക. ബ്ലെൻഡിങ് സ്റ്റംപ് ഏതായാലും, പിന്നെ മോണോസിർ ഇറേസറും ഹൈലൈറ്റ്സ് ഒക്കെ കൊടുക്കാനായിട്ട്. പിന്നെ ഞാൻ വരയ്ക്കാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഐവറി ഷീറ്റ്സ് ആണ്. അതിൻ്റെ സർഫസ് നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ ഞാനിതിൽ യൂസ് ചെയ്യണ എല്ലാ പ്രോഡക്റ്റ്സിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ. നമ്മളിപ്പോൾ ലിപ്പ് വരയ്ക്കാൻ തുടങ്ങുമ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഗൈഡ് ലൈൻസ് യൂസ് ചെയ്ത് വരയ്ക്കാൻ നോക്കുക. അപ്പോൾ നമ്മുടെ ലിപ്പിൻ്റെ ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. നമ്മൾ ആദ്യം തന്നെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ സെൻറ്റർ മാർക്ക് ചെയ്ത് അവിടെ നമ്മൾ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാം. എന്നിട്ട് നമ്മൾ മുകളിൽ നമ്മുടെ ലിപ്പ് എത്രയാണോ ആ തിക്നെസ് വരണേ അവിടെ വെച്ചൊന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ആ ഷേപ്പ് വരച്ചെടുക്കാം. നമുക്ക് ഗൈഡ് ലൈൻസ് വെച്ച് വരയ്ക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ലൈൻസൊക്കെ വരയ്ക്കുമ്പോൾ വളരെ ലൈറ്റായിട്ട് വേണം വരയ്ക്കാൻ. അതുപോലെ തന്നെ ലിപ്പിൻ്റെ ഔട്ട്ലൈൻ ഇപ്പോൾ നമ്മൾ ഇടണതും വളരെ ലൈറ്റായിട്ട് വേണം ഇടാനായിട്ട്. ലിപ്പ് വരയ്ക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒട്ടും ഔട്ട്ലൈൻ നമ്മൾ കടുപ്പിച്ച് ഒരിക്കലും ഔട്ട്ലൈൻ ചെയ്യാൻ പാടില്ല. ഞാൻ എപ്പോഴും വീഡിയോസിൽ പറയാറുള്ളതാണ്. ഞാൻ ഷെയ്ഡിങ് സീരീസിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഔട്ട്ലൈൻ കടുപ്പിച്ച് വരയ്ക്കാനേ പാടില്ല. അപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ കടുപ്പിച്ച് വരച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തൊക്കെ ഷെയ്ഡ് ചെയ്താലും നമ്മുടെ ആ ഒറിജിനാലിറ്റി വരില്ല. അപ്പോൾ നമ്മളെപ്പോഴും ലൈറ്റായിട്ട് വേണം ഔട്ട്ലൈൻ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ അവിടെ ഡാർക്കറായിട്ടാണ് ഔട്ട്ലൈൻ കൊടുത്തേക്കണം. എന്നിട്ട് നമ്മൾ അതിനകത്ത് എത്ര ഷെയ്ഡ് ചെയ്താലും ആ ഔട്ട്ലൈൻ നമുക്ക് മായ്ക്കാൻ പറ്റില്ല. മീൻസ് അതെപ്പോഴും അവിടെ ഒരു ബൗണ്ടറി പോലെയായിട്ട് കിടക്കും. നമ്മൾ ഒരു റിയൽ പിക്കിന് ഒരിക്കലും ഒരു ഔട്ട്ലൈൻ ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കാണ്ട് നമ്മൾ മാക്സിമം വരയ്ക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ എപ്പോഴും ലൈറ്റായിട്ട് വരച്ച് പഠിക്കുക. അപ്പം നമുക്ക് ആദ്യം പെൻസിലായിട്ടൊരു കൺട്രോൾ കിട്ടില്ല, പക്ഷെ നമ്മൾ വരച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ടും അതുപോലെ ലൈറ്റായിട്ടും വരയ്ക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് സിമ്പിളായിട്ട് കഴിഞ്ഞു, ഔട്ട്ലൈൻ ഇട്ട് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നിങ്ങളുടെ റെഫറൻസ് പിക്കിനനുസരിച്ചിട്ടാണ് ഇടേണ്ടത്. ഇപ്പോൾ ഞാനിതൊരു നോർമൽ ലിപ്പാണ് വരച്ചേക്കണേ. ഇപ്പോൾ നിങ്ങളുടെ ലിപ്പിനകത്ത് ഇപ്പോൾ മുകളിലത്തെ ആ ലിപ്പ് ചെറുതായിരിക്കും, അതുപോലെ വലുതായിരിക്കും, അങ്ങനെ ഡിഫറൻസ് ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചേഞ്ചസ് വരുത്താം. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം, ഷെയ്ഡിങ്. അപ്പോൾ ലിപ്പ് ഷെയ്ഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നല്ല സ്മൂത്തായിട്ട് ഷെയ്ഡ് ചെയ്യണം. നമ്മൾ പെൻസിൽ വെച്ച് ഷെയ്ഡ് ചെയ്യുമ്പോൾ അത്ര സ്മൂത്ത്നെസ് കിട്ടാൻ വഴിയില്ല. അപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ പണി കഴിയാനും അതുപോലെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഷെയ്ഡ് ചെയ്യാനും ഗ്രാഫൈറ്റ് പൗഡർ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ ഗ്രാഫൈറ്റ് പൗഡർ ഇല്ലയെന്ന് വെച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പെൻസിൽ ചെത്തി കഴിയുമ്പോൾ അതിൻ്റെ ആ പൊടി ഉണ്ടാവില്ലേ, അത് നമ്മളൊരു പെട്ടിയിലിട്ട് വയ്ക്കുക. എന്നിട്ട് അതൊന്ന് പൊടിക്കുക. അപ്പോൾ നമുക്ക് ഗ്രാഫൈറ്റ് പൗഡർ ഉണ്ടാക്കി അപ്പോൾ നമ്മുടെ പെൻസിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഗ്രാഫൈറ്റ് പൗഡർ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗ്രാഫൈറ്റ് പൗഡർ അത്യാവശ്യം റേറ്റ് ഉണ്ടാവും. പിന്നെ ഇതിനേക്കാളും പിഗ്മെൻറ്റേഷനൊക്കെ അത് കൂടുതലായിരിക്കും. പക്ഷെ നമുക്ക് അത്യാവശ്യത്തിന് ഗ്രാഫൈറ്റ് ഇതുപോലെ ഷെയ്ഡ് ചെയ്യാനൊക്കെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ, നമ്മുടെ ഗ്രാഫൈറ്റ് പൗഡർ വെച്ചിട്ട് നമ്മൾ ലിപ്പ് മൊത്തം ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാം. നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ നമുക്ക് സ്ട്രോക്സ് ഒന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് ആദ്യത്തെ ആ ഒരു ലെയർ നമുക്ക് ഷെയ്ഡ് ചെയ്തെടുക്കാൻ പറ്റും. ലിപ്പ് മൊത്തം നമ്മൾ ആദ്യം തന്നെ ഒരു കോട്ട് ഗ്രാഫൈറ്റ് പൗഡർ വെച്ചിട്ടൊന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തു തുടങ്ങാം. നമ്മൾ കുറച്ചും കൂടി അതിൻ്റെ മുകളിൽ ഡാർക്കർ ഷെയ്ഡ്സ് വെച്ച് ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ കേർവി ലൈൻസ് വെച്ചിട്ട് ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു റൗണ്ട് പോലത്തെ ഒരു എഫക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ലിപ്സ് ഇങ്ങനെ റൗണ്ട് പോലെയല്ലേ ഇരിക്കണേ, അപ്പോൾ അതുപോലെ ഒരു എഫക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് കേർവി ലൈൻസ് യൂസ് ചെയ്ത് ഷെയ്ഡ് ചെയ്യുക, മുകളിലും അതുപോലെ താഴെയും. അത് കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചെറുതായിട്ട് ആ കേർവി ലൈൻസ് കണ്ടാലും കുഴപ്പമില്ല, കാരണം നമ്മുടെ ലിപ്പിൻ്റെ ആ ഒരു ടെക്സ്ചർ കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ നന്നായിട്ടത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ മുകളിലത്തെ ലിപ്പിൻ്റെ താഴെ അതിൻ്റെ ഷാഡോ വന്നിട്ടുണ്ടാവും. അതപ്പോൾ നമ്മൾ കുറച്ചും കൂടി അവിടെ ഡാർക്കറായിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യണം. ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ലൈറ്റ് അടിക്കുന്ന പോർഷൻസിലെ മീൻസ് ചുണ്ടിൻ്റെ പൊങ്ങി നിൽക്കുന്ന പോർഷൻസിലാണ് കൂടുതൽ ലൈറ്റ് അടിക്കുക. അവിടെ നമ്മൾ ഹൈലൈറ്റ്സ് കൊടുക്കണം. അപ്പോൾ നമ്മൾ മോണോ സീറോ ഇറേസർ വെച്ചിട്ട് അവിടെ ഒന്ന് മാച്ച് കൊടുക്കുക. ഞാൻ ഉണ്ടാക്കിയ മോണോ സീറോ ഇറേസർ തന്നെയാണ്, അത് വെച്ചിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ സാധാരണ വാനിക്കണ ഇറേസർ വെച്ചിട്ടായാലും ഹൈലൈറ്റ്സ് കൊടുക്കാം. അത് മുകളിലത്തെ ഭാഗത്തും പൊങ്ങി നിൽക്കണ ആ ഒരു കേർവി പോലെ കൊടുക്കുക, അതുപോലെ താഴെയും കൊടുക്കാം. ഇനി നമുക്ക് ആ ചുണ്ടിൻ്റെ താഴെ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് അടിഭാഗത്ത് അതിൻ്റെ ഷാഡോയും കൂടി വരച്ച് ഷെയ്ഡ് ചെയ്തിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ലിപ്പിൻ്റെ ഫൈനൽ ഔട്ട് റെഡിയായി. അപ്പോൾ നമ്മുടെ ലിപ്പ് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പല്ല് കാട്ടിയിട്ടുള്ള ചിരിക്കണ ലിപ്പ് എങ്ങനെയാണ് വരയ്ക്കാമെന്ന് നെക്സ്റ്റ് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഔട്ട്ലൈൻ ചെയ്തെടുക്കാം നമ്മുടെ ലിപ്പ്. നിങ്ങളതിന് മുമ്പത്തെ പോലെ ഗൈഡ് ലൈൻസ് യൂസ് ചെയ്ത് വരച്ചെടുക്കാം, അല്ലെങ്കിൽ പിന്നെ ഗ്രിഡ് മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു ഫ്രീ ഹാൻഡായിട്ട് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലൈറ്റായിട്ട് ഔട്ട്ലൈൻ ചെയ്തെടുക്കുക, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ ലൈറ്റായിട്ട് മുകളിലത്തെ ലിപ്പ് ഇവിടെ ഷെയ്ഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുക. മറ്റേ നമ്മുടെ ഗ്രാഫൈറ്റ് പൗഡറും കൂടി യൂസ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്താൽ കുറച്ചും കൂടി സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമ്മൾ ടീത്ത് നമ്മൾ പ്യുവർ വൈറ്റ് ആണെങ്കിലും നമ്മൾ ചെറുതായിട്ടൊരു ഷെയ്ഡ് കൊടുക്കും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പല്ല് പൊന്തി നിൽക്കുന്ന പോലെ ഒരു വൃത്തികേട് വരും ചില സമയത്ത് വരയ്ക്കുമ്പോൾ, അതുണ്ടാവില്ല. നമ്മൾ ആദ്യം തന്നെ നമ്മൾ വരച്ചത് നന്നായിട്ടൊന്ന് മാച്ച് കൊടുക്കാം. ഇറേസ് ചെയ്തിട്ട് നമ്മൾക്ക് ആ ഷേപ്പ് മാത്രം അവിടെ നിൽക്കണ പോലെ, നമ്മൾ ആ വരച്ച പെൻസിലിൻ്റെ പാട് ഒട്ടും ഇല്ലാത്ത പോലെ നമ്മൾ അതൊന്ന് ഇറേസ് ചെയ്തെടുക്കുക ആദ്യം തന്നെ. പക്ഷെ നമുക്ക് കാണും വേണം, പക്ഷേ ആ ലൈൻസ് കാണാനും പാടില്ല. മീൻസ് അധികം ഭയങ്കര ലൈറ്റായിട്ട് ലൈൻസ് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രഷിൽ ചെറുതായിട്ട് ഗ്രാഫൈറ്റ് പൗഡർ ആക്കിയിട്ട് ആ പല്ലിൻ്റെ അവിടേക്കൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ലൈറ്റ് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നല്ല സ്മൂത്തായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് എല്ലായിടത്തേക്കും ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത് ആ പല്ലിൻ്റെ മുകൾ ഭാഗം, മീൻസ് ആ മോണയുടെ ഭാഗമൊക്കെ ഇല്ലേ, അവിടേക്കാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ പോണേ. അപ്പോൾ അവിടെ ഒരു ലൈറ്റ് ഷെയ്ഡാണ്. അപ്പോൾ നമ്മൾ നല്ല സൂക്ഷിച്ച് നല്ല പെൻസിലൊക്കെ നല്ല ഷാർപ്പൻ ചെയ്തിട്ട് വേണം വരയ്ക്കാനായിട്ട്. ഞാനിപ്പോൾ മെക്കാനിക്കൽ പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് ഷെയ്ഡ് ചെയ്യണേ. ഇത് എന്നിട്ട് അനിയൻ ക്യാമൽ ബോക്സ് വാങ്ങിച്ചപ്പോൾ ഫ്രീ കിട്ടിയതാണ്. നിങ്ങൾക്ക് ആമസോണിൽ നിന്നൊക്കെ കിട്ടും മെക്കാനിക്കൽ പെൻസിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആർട്ട് ഷോപ്പിൽ നിന്ന് കിട്ടും. ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ബ്രാൻഡിനൊക്കെ. അപ്പോൾ പിന്നെ ഇതെന്തായാലും കിട്ടിയപ്പോൾ ഞാൻ ഇത് വെച്ചിപ്പോൾ വരയ്ക്കണേ. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തിരി കൂടി കൺട്രോളൊക്കെ കിട്ടും. പിന്നെ നല്ല ടിപ്പ്, നല്ല പോയിൻ്റഡ് ടിപ്പാണല്ലോ, അപ്പോൾ നമുക്ക് നല്ല പ്രിസൈസായിട്ട് വരച്ചെടുക്കാൻ പറ്റും. കുറച്ചും കൂടി എളുപ്പമുണ്ടായിരുന്നു ചെയ്തപ്പോൾ. ഇതുപോലെ മോണയുടെ എല്ലാ ഭാഗത്തും നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക.
ഇനി നിങ്ങൾ ഈ പോർഷൻ കണ്ടില്ലേ, ഇവിടെ ചിരിക്കണ ലിപ്സ് ആകുമ്പോൾ ഇവിടെ ഇങ്ങനെ കേവ് ആയിട്ടിരിക്കും, ഇങ്ങനെ റാ പോലെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. പിന്നെ ആ കോർണേഴ്സിൽ നല്ല ഡാർക്കർ ഷെയ്ഡ്സ് ആയിരിക്കും. അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ലിപ്സിൽ ആ ഒരു ചിരി കൊണ്ടുവരാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ചിരിക്കണത് വരയ്ക്കാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും, മീൻസ് ആ ചിരി വരില്ല നമ്മൾ വരയ്ക്കുമ്പോൾ. അപ്പോൾ ഈ കോർണർ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും ശരിക്കും. ആ കോർണേഴ്സ് നല്ല കേവി ആയിട്ട് നമ്മൾ ആ ലിപ്സ് വരയ്ക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് വായയുടെ ഉൾഭാഗമില്ലേ, അവിടെ നമ്മൾ ഡാർക്കർ ഷെയ്ഡായിരിക്കും, അപ്പോൾ അത് നമ്മൾ കൊടുക്കാം. ഇനി നമ്മൾ ആ പല്ലുമ്മ ചെറുതായിട്ടൊരു ഷാഡോ ഒക്കെ ഉണ്ടോ, അപ്പോൾ അതൊക്കെ ഭയങ്കര ലൈറ്റായിട്ട് കൊടുക്കുക. നമ്മുടെ പെൻസിലൊക്കെ നന്നായിട്ട് ഷാർപ്പൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് നല്ല ലൈറ്റായിട്ട് നമ്മൾ അത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ താഴത്തെ ലിപ്സും കൂടിയും ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലിപ്പിൻ്റെ ലുക്ക് ഏകദേശം കംപ്ലീറ്റ് ആവും. താഴത്തെ ലിപ്പും നമ്മൾ മുകളിലത്തെ ലിപ്പ് പോലെ തന്നെ സാധാരണ പോലെ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യുക. ഇനി ഫൈനൽ സ്റ്റെപ്പ് നമ്മൾ ഹൈലൈറ്റ്സ് കൊടുക്കുക. നമ്മുടെ പല്ലിൻ്റെ ഒക്കെ ചില പോർഷൻസിൽ പ്യുവർ വൈറ്റ് ആയിട്ട് ഇരിക്കേണ്ട, അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ മോണോ സീറോ ഇറേസർ വെച്ചിട്ടൊന്ന് ഇറേസ് ചെയ്ത് കൊടുക്കുക. പിന്നെ മോണയുടെ അവിടെയൊക്കെ കുറച്ച് പോർഷൻസ് ഹൈലൈറ്റ്സ് കൊടുക്കേണ്ട പോർഷൻസൊക്കെ നമ്മൾ റെഫറൻസ് പിക്ക് നോക്കിയിട്ട് അതുപോലെ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റും ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. പിന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അതുപോലെ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ഞെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വേറൊരു ഐഡിയ ആയിട്ട് വരാം. ബൈ.